സർ, ഈ ആഡംബര കാറുകൾ സ്വന്തമാക്കിയ താരങ്ങളുടെ വീടുകൾ കസ്റ്റംസ് ഇന്നലെ റെയ്ഡ് ചെയ്തു. ദുൽഖർ സൽമാൻ്റെയും പൃഥ്വിരാജിൻ്റെയും വീടുകളിൽ നിന്ന് 2 കാറുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. ഇതിൻ്റെ പുറകിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ടെന്നും ഇത് കള്ളപ്പണ ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടെന്നും ഒക്കെയാണ് കസ്റ്റംസ് കമ്മീഷണർ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്താണ് സാർ ഈ സംഭവത്തിൽ ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം ED ഏറ്റെടുക്കാനല്ലേ സാധ്യത? അങ്ങനെയെങ്കിൽ ഈ വെറുമൊരു വാഹനക്കടത്താണോ അതോ അതിനപ്പുറത്തേക്ക് ഈ ആഡംബര കാറുകളുടെ കടത്താണോ അതോ അതിനപ്പുറത്തേക്ക് നമ്മൾ സ്വർണം കടത്തെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, സ്വർണം കള്ളക്കടത്ത് പോലെ വാഹന കള്ളക്കടത്ത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് വലിയ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തോ വലിയ കുഴപ്പങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്താണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതായത് ഭൂട്ടാൻ എന്ന് പറയുന്നത് മാലിന്യങ്ങളൊന്നുമില്ലാത്ത മനോഹരമായിട്ടുള്ള ഒരു രാജ്യം, രാജഭരണമാണ് അവിടെ നിലവിലിരിക്കുന്നതെങ്കിലും അത്രമാത്രം പച്ച പരപ്പ്, മരതക പച്ച, അതുപോലെ തന്നെ മാലിന്യങ്ങളില്ലാത്ത നിരത്തുകൾ, ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലുള്ളൊരു രാജ്യം. അതെ, സുന്ദരമായ ഭൂമിയാണ്, മാലിന്യങ്ങൾ നിക്ഷേപിക്കാറ്, ജനസംഖ്യയും വളരെ കുറവ്. ആ സുന്ദരമായ ആ രാജ്യത്തിൻ്റെ ആ വിശുദ്ധമായ പ്രിസ്റ്റീൻ പ്യുവറായിട്ടുള്ള ആ ആംബിയൻസിലേക്ക് ഇപ്പോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ആ മാലിന്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ ചിക്കൻ വേസ്റ്റ് അങ്ങനെയുള്ള വേസ്റ്റൊന്നുമല്ല, പക്ഷേ നിയമവിരുദ്ധതയുടെ വേസ്റ്റ്, അതുപോലെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ വേസ്റ്റ്, ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാത്ത ശുദ്ധ സത്യസന്ധരായിട്ടുള്ള ഏറെയും ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു നിർമ്മലമായ പവിത്രമായ ഭൂമിയുടെ ഒരു തുണ്ടാണ് ഈ ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലെ ഭൂട്ടാൻ. നമ്മളൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ അവിടെ നിന്ന് നമ്മുടെ മഹാൻ നടന്മാരിൽ ചിലരെ, ഗ്ലാമർ താരങ്ങളിൽ ചിലരെ, ചില എമ്പുരാന്മാർ അവിടെ നിന്ന് വാഹനങ്ങൾ ഇറക്കി അത് പട്ടാള വാഹനങ്ങളാണെന്നുള്ള വ്യാജേന മാറ്റം വരുത്തി മറ്റൊരു രാജ്യത്തിൻ്റെ വാഹനം ഇന്ത്യയിലേക്ക് കടത്തുന്നതിന് ഡ്യൂട്ടി അടയ്ക്കണം, ഡ്യൂട്ടി അടയ്ക്കാതെ കടത്തിക്കൂടാ. പക്ഷെ സാർ, അവിടെ ഒരു നിയമത്തിന്റെ ഒരു പഴുതുണ്ട്. അതായത് ഭൂട്ടാനിൽ നിന്ന് ഒരു ഭൂട്ടാൻ സ്വദേശിക്ക് ഇന്ത്യയിലേക്ക് അയാളുടെ വാഹനം ഓടിച്ചു വരാം, അങ്ങനെ ഒരു പഴുത് അതിനകത്തുണ്ട്. അത് ഇവർ ഉപയോഗിച്ചതായിട്ടാണ് ഇപ്പോൾ ദുരുപയോഗം ചെയ്തു. അതെ, ദുരുപയോഗം ചെയ്തു. അദ്ദേഹത്തിന് ഓടിച്ചു വരാം, അതുപോലെ തിരിച്ച് ആ വാഹനത്തിൽ അദ്ദേഹം ഓടിച്ചു പോകണം. ഇന്ത്യയെ കൊണ്ട് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അത് കസ്റ്റംസ് നിയമങ്ങളുടെ ചട്ടലംഘനമാണ്. ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് വാഹനവുമായിട്ട് ഇങ്ങോട്ട് വരും. നമ്മളല്ലാതെ പോണ്ടിച്ചേരിയിലെപ്പോൾ നമ്മൾ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കള്ളത്തരം നടന്നിരുന്നു. അതൊക്കെ നമുക്ക് അത് പണം കൊടുത്ത് തീർക്കാവുന്ന പല നടന്മാരും അങ്ങനെ ചെയ്തിരുന്നു. പിഴ അടച്ചാൽ അതിൻ്റെ പിഴ അങ്ങ് തീരും. മനസ്സിലായി? ഇവിടെ അങ്ങനല്ല. ഒരു പിഴച്ച സമ്പ്രദായം സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടത്തെ ശരിക്കും വാഹന കള്ളക്കടത്ത്. അതെ, പോപ്പുലറായിട്ടുള്ള നടന്മാരാണ് അത് ചെയ്തിരിക്കുന്നത്. സാർ, ഇതിന്റെ പുറകിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. ദല്ലാൾമാരുടെ, ഇടനിലക്കാരുടെ വലിയൊരു റാക്കറ്റുണ്ട്. അവരാണ് ഈ വാഹനം ഇങ്ങനെ കൊണ്ടുവന്നിട്ട്, ഇത് പട്ടാളക്കാരുടെ വാഹനമായിരുന്നു. വ്യാജരേഖ പട്ടാളക്കാരുടെ പേരിലുള്ള വ്യാജരേഖ എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ്. അതെ, രാജ്യദ്രോഹ കുറ്റമാണത്. അതെ. സർ, ഈ പട്ടാളക്കാരുടെ വാഹനം, സൈനിക വാഹനങ്ങൾ, എംബസി വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് വ്യാജരേഖകൾ നിർമ്മിക്കുന്നത്. അവിടെ വരുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമായതുകൊണ്ട് ഈ കസ്റ്റംസ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പണമിടപാടിൽ അഴിമതി ഉണ്ടെങ്കിൽ ED വരും. EDയും പോരാ, ഈ രാജ്യദ്രോഹ കുറ്റം NIA കൂടി വരണം. ഒരു സംയുക്ത ടീം അന്വേഷണം. കാരണം അതിൻ്റെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരന്വേഷിക്കണം? NIA അന്വേഷിക്കണം. അതിൻ്റെ സാമ്പത്തികമായിട്ട് നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ED അന്വേഷിക്കണം. അതിനാണല്ലോ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ ഈ വാഹനം രൂപമാറ്റം വരുത്തി വിറ്റതിന് അതിൻ്റെ ഡ്യൂട്ടി, എക്സൈസ് തീരുവയാണല്ലോ, അത് അടയ്ക്കാട്ടത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം കസ്റ്റംസ് വകുപ്പിന്,
അങ്ങനെ 3 വകുപ്പായിട്ട് വിഭജിച്ച് അന്വേഷിക്കേണ്ട വലിയ സങ്കീർണമായിട്ടുള്ള കേസാണിത്. ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പട്ടാളക്കാരുടെ വാഹനമാണെന്ന് പറയുക, എൻ്റെ മോഡസ് ഓപ്പറാൻഡി അങ്ങനെയാണ്. വന്നിട്ട് ആ പേരിൽ രജിസ്ട്രേഷൻ വാങ്ങിക്കുക, എന്നിട്ട് ഈ വാഹനം ഇടനിലക്കാർ നമ്മുടെ മഹാനടന്മാർക്ക് കൊടുക്കുക. അതിൽ എമ്പുരാനിലെ വലിയ കൊമ്പനാനയായിട്ടൊരു നടൻ എന്ന് പറഞ്ഞ ആളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലാൻഡ് റോവർ ക്രൂയിസ് ആണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്ന കസ്റ്റംസ് വകുപ്പ്. അപ്പോൾ ഈ അന്വേഷണം എന്ന് പറയുന്ന ഇവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല, സത്യമുണ്ട്. ഒരക്ഷരം വേണ്ടിയില്ലല്ലോ എമ്പുരാൻ, വലിയ പടച്ച തമ്പുരാൻ, ഒരക്ഷരം വേണ്ടിയില്ലല്ലോ. ഒരു രാജ്യത്തെ മുഴുവൻ അപമാനിക്കുന്ന സിനിമ ഉണ്ടാക്കി വെച്ചിട്ട് പടച്ചു വെച്ച ആ തമ്പുരാൻ ഇപ്പം നോട്ടീസ് കൊടുക്കാൻ പോവാണ്, വിളിച്ചു വരുത്തും, കസ്റ്റംസ് വിളിച്ചു വരുത്തും, ചോദ്യം ചെയ്യും. അതുപോലെ ദുൽഖർ റഹ്മാൻ ഒരു ചെറുപ്പക്കാരൻ, വളർന്നു വരുന്ന മമ്മൂട്ടിയുടെ പുത്രനായിട്ടുള്ള സൽമാൻ അദ്ദേഹത്തിന്റെ 2 കാറുകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഏതാണ് ബ്രാൻഡ് എന്ന് എനിക്കറിയില്ല. ഒന്ന് നിസ്സാൻ ഒരു എനിക്കറിയില്ല, അതറിയില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ഇടപാട് പിന്നെ വ്യവസായിയുണ്ട്, വ്യവസായി അല്ല, കച്ചവടക്കാർ, വാണിജ്യം നടത്തുന്ന ആൾ, ഷോറൂം നടത്തുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ പേര് അമിത് ചക്കാലക്കൽ. അമിത് ചക്കാലക്കൽ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 6 കാറുകളാണ് പിടിച്ചിരിക്കുന്നത്. 6 കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 6ഉം ഈ ഒരു വ്യക്തമായിട്ടുള്ള കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ളതല്ല. വന്നിട്ടുള്ളത് രജിസ്ട്രേഷൻ മാറ്റിയ നിലയിലാണ് വന്നിട്ടുള്ളത്. അതായത് വ്യാജരേഖകളാണ്. ഈ രജിസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളിൽ സുലഭമാണ്. അവിടുന്ന് മാറ്റിയ ഈ നമ്പരും രജിസ്ട്രേഷനോടും കൂടിയ വാഹനങ്ങൾ നമ്മുടെ നടന്മാർ പോയി വാങ്ങിക്കുന്നു. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കുന്നതിൽ ഇവർക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ ഇടനിലക്കാർ ഇത് ഭൂട്ടാനിൽ നിന്നും വന്ന വാഹനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. ഇവർക്ക് അറിയാമെങ്കിൽ പ്രൈമാ ഫേസിയ അറിയാമെങ്കിൽ അതെ ഗുരുതരമായ കുറ്റം കേസെടുക്കും. ഗുരുതരമായ കുറ്റമാണ്. അതിന് തീർച്ചയായിട്ടും ഇവർ ശിക്ഷിക്കപ്പെടും. ഇവരെ വിളിച്ചു വരുത്തുമെന്ന് പറയുന്നപ്പോൾ തന്നെ സാധനം കണ്ടു കിട്ടും, ഉറപ്പായിട്ടും ഇവർക്ക് നഷ്ടപ്പെടും. അതുകൂടാതെ അവർക്ക് ശിക്ഷയും കൂടി നേടേണ്ടി വരും. കാരണം അറിഞ്ഞുകൊണ്ട് രാജ്യത്തെ ദ്രോഹിക്കുകയാണ്. ഒന്ന്, രാജ്യത്തെ രാഷ്ട്രീയമായിട്ട് ദ്രോഹിക്കുക. കാരണം പട്ടാളത്തിൻ്റെ വാഹനമാണെന്ന് പറഞ്ഞ് കടയിരിക്കുന്നത് രാഷ്ട്രീയമായ ദ്രോഹമാണ്, ദേശദ്രോഹം. രണ്ടാമത്തത് സാമ്പത്തികമായി ദ്രോഹം, കള്ളപ്പണ ഇടപാട്. ഇന്ത്യക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിക്കുക, വെട്ടിപ്പ്, നികുതി വെട്ടിപ്പ്, ഫെറ എന്നൊക്കെ ഉള്ള വകുപ്പുകളുണ്ട്. ഗുരുതരമായ കുറ്റമാണ്. കള്ളക്കടത്താണ് അതിൻ്റെ കുറ്റം. അപ്പോൾ ഇതിനൊക്കെ സമാധാനം ഇവർ ഇതിന്റെ സമാധാനം പറയേണ്ടി വരും, ചോദ്യം ചെയ്യും. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഈ അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി മുഴുവനും കസ്റ്റംസ് ചോദ്യം ചെയ്തു. അയാൾ ഒരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് 20 കാറുകൾ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 198 കാറുകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. 30 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടന്നത്, 5 ജില്ലകളിൽ. അതിനിടയ്ക്ക് തന്നെ പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കസ്റ്റംസിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് വേറെന്തോ ഒരു കേസും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പത്രസമ്മേളനം അവസാനിപ്പിക്കുകയും, പക്ഷെ അപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം അദ്ദേഹം വെളിപ്പെടുത്തി കഴിഞ്ഞു. പ്രസ് റിലീസ് കൊടുക്കാതെ തന്നെ അദ്ദേഹത്തിന് പോകേണ്ട അടിയന്തരമായിട്ട് വേറെയും ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ്. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റമാണോ? ആയിരിക്കണം. കാരണം കോയമ്പത്തൂർ കേന്ദ്രമാക്കി ഇതിന്റെ പേരിൽ സാമ്പത്തിക അഴിമതി നടത്തുന്ന, രജിസ്ട്രേഷൻ മാറ്റുന്നതല്ല, അത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ. കോയമ്പത്തൂർ കേന്ദ്രമാക്കി ഇതൊരു വൻ റാക്കറ്റാക്കി നടത്തുന്ന ഒരു സ്ഥാപനവും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കാറിന്റെ മാത്രമായിരിക്കത്തില്ല ഇടപാട്, മറ്റു പല ഇടപാടുകളും അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന, ഒറ്റ വരിയിൽ പറഞ്ഞാൽ രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്നതാണ് തരത്തിലാണ് നമ്മളിപ്പോൾ കണ്ടതും കേട്ടതും. ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് അത് തന്നെ ഹെഡ്ലൈനായിട്ട് എല്ലാ മാധ്യമങ്ങളിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ മഞ്ഞുമല ഇനിയും ഇതിലും വലുതായിട്ടുള്ളതാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടെ ഏർപ്പാട് നടത്തിയിരിക്കുന്നത് എന്നിനിയും വരാനിരിക്കുന്നു. ആരൊക്കെയാണ് ഇനി പിടിക്കപ്പെടുക എന്നുള്ളതും സാറേ, ഇതിപ്പോ അന്വേഷണം അങ്ങ് പറഞ്ഞതുപോലെ NIA ഇവരൊക്കെ എടുക്കുകയാണെങ്കിലും ഈ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ പോലീസിനെയും ഒക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ടി വരില്ലേ ഈ കേസിൽ? തീർച്ചയായിട്ടും. അത് റാക്കറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക്
അവരുടെ ചില ആൾക്കാർ കാണും ഇവിടെ. നമ്മൾ കണ്ടിട്ടില്ലേ RTO ഓഫീസിൽ ആ, ഈ ഇടനിലക്കാർ. ഇടനിലക്കാർ ഏജന്റുമാർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ചില ഉദ്യോഗസ്ഥരുണ്ട്. ആ. അവർ വന്ന് ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന ആളിനെ ടെസ്റ്റ് ചെയ്യിപ്പിച്ച് അങ്ങ് വിടും. പൈസ കൊടുക്കുമ്പോൾ ലൈസൻസും അടിച്ചു കൊടുക്കും. ഇതൊരു നിയതമായ ഫീസിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സേവനം. അഴിമതിയാണെങ്കിലും ആ സേവനം അങ്ങനെ നടക്കും. വൻ റാക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ കിട്ടുന്ന പണം സ്ഥല MLAയ്ക്കും എല്ലാം വിഹിതമായിട്ട് കൊടുക്കും. അപ്പം MLA ഇതിനകത്ത് ഇടപെടില്ല. അങ്ങനെയാണ് അഭംഗുരം RTO ഓഫീസുകളിൽ ഇപ്പോഴും ഈ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ഓഫീസിലും നമ്മുടെ സാർ ഇതിന് രസകരമായ മറ്റൊരു കാര്യമുണ്ട്. ഇവരിവിടെ വന്ന് വാഹന സംബന്ധമായ കാര്യങ്ങളാണല്ലോ. ഈ കസ്റ്റംസ് ഈ പരിശോധനയും റെയ്ഡും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനെ അടുപ്പിച്ചിട്ടില്ല. അവരിത് അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനും ഇതിൽ പങ്കുണ്ടെന്നാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അത് അപ്പം തന്നെ ലീക്ക് ചെയ്ത് വിവരം ഇവർക്കെത്തും. ഇവർ വണ്ടി അവിടെ നിന്ന് മാറ്റും. മനസ്സിലായില്ല? പത്രക്കാർക്കും കൊടുക്കത്തില്ല. പത്രക്കാർക്ക് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. എക്സ്ക്ലൂസീവ് വാറണ്ട് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. നല്ല സക്സസ്ഫുൾ ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ നുംഖോർ വളരെ സക്സസ്ഫുൾ. ഈ നുംഖോർ എന്ന് വെച്ചാൽ ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം. അതിന്റെ ചുങ്കവുമായിട്ട് അതിന്റെ കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. എന്തായാലും സാറ് കൂടുതൽ വിശദമായിട്ട് ഇനി വിവരങ്ങൾ ഒരുപാട് പുറത്തു വരാനുണ്ട്. ആരുടെയൊക്കെ തലയാണ് തെറിക്കാൻ പോകുന്നത്, ആരൊക്കെ അഴിക്കുള്ളിലാകും, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്, ആരൊക്കെ ഈ കാർ അപകടത്തിൽ പെടും, ഇത് നമ്മൾ യാതൊരു ദാക്ഷിണ്യം തോന്നേണ്ട കാര്യം. ആഡംബരക്കാറുകളാണ്. അതെ, അല്ലാതെ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയൊന്നും അല്ലല്ലോ. അതെ. മാത്രമല്ല പാവപ്പെട്ടവൻ ലോൺ എടുത്ത് വാങ്ങുന്ന സാധാരണ ഒരു സാധാരണക്കാരൻ മിഡിൽ ക്ലാസ്സുകാരൻ ലോൺ ഇട്ട് വാങ്ങുന്ന കാറൊന്നും അല്ല. ഇത് വളരെ കൃത്യമായിട്ട് കയ്യിൽ ധാരാളം പണമുള്ള ആൾക്കാർ നികുതി വെട്ടിച്ച് ആഡംബര കാറുകൾ അന്യായമായി എന്താ പറയണ്ടേ, കറുത്ത മാർഗത്തിലൂടെ, അതാണ് പറയണ്ടേ, കളങ്കപ്പെട്ട മാർഗത്തിലൂടെ കൊണ്ടുവന്ന് വാങ്ങിക്കുകയാണ്. അതുപോലെ ഈ ലംബോർജിനി ഒക്കെ ഉള്ള ആളാണ് പൃഥ്വിരാജ്. ആഡംബര കാറുകളെല്ലാം വാങ്ങിച്ചു കൂട്ടി അതിന്റെ ഒരു വലിയ ഒരു ഷോറൂം വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് അദ്ദേഹം. അല്ല പക്ഷേ സാർ, നമ്മുടെ രാജ്യത്ത് പണം കൊണ്ടുണ്ടാക്കുന്നത് ആഡംബരം ഒരു കുറ്റകൃത്യമല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ദാക്ഷിണ്യം കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.